അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വാന്തന പ്രവർത്തനങ്ങൾക്ക് വല്ലാത്ത മഹത്വ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നീ പാവപ്പെട്ടവരെ സഹായിച്ചാൽ, യതീമിങ്ങളെ സഹായിച്ചാൽ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവന് നീ ഒരു പൈസ ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ നിനക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പാവങ്ങളെ സഹായിക്കുക, യതീമിങ്ങളെ സഹായിക്കുക, രോഗികളെ സഹായിക്കുക, നല്ല കാര്യത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ നിനക്ക് ദുനിയാവിൽ 6 പ്രതിഫലം, മരണത്തിന് ശേഷം 3 പ്രതിഫലം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവേ പടച്ചവനെ, എത്രയോ പാവപ്പെട്ടവരുണ്ട്, യതീമീങ്ങളുണ്ട്, വിവാഹപ്രായം കഴിഞ്ഞിട്ട് കെട്ടിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത പാവപ്പെട്ട പെൺകുട്ടികളുണ്ടല്ലോ, വീടിനകത്തിരുന്ന് കണ്ണിനീര് കുടിക്കുന്ന പാവപ്പെട്ട മക്കളുണ്ടല്ലോ. പടച്ചവനെ, നമ്മളെല്ലാവരും പെരുന്നാളിന് പുതുവസ്ത്രങ്ങൾ ധരിച്ചിട്ട് നമ്മളൊക്കെ വല്ലാത്ത സന്തോഷവാ. നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ വീട്ടില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ പരിസരങ്ങളില് എത്രയോ പാവപ്പെട്ടവര് പട്ടിണി കിടക്കുന്നുണ്ട്, തിരിഞ്ഞു നോക്കാത്തവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, പാവങ്ങളെ സഹായിച്ച അള്ളാഹു തരുന്ന പ്രതിഫലം, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹു നിന്റെ ആയുസ് നീട്ടി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂല് പറയുകയാ. പടച്ചറപ്പ് നിന്റെ ആയുസ് നീട്ടി തരും ഒരു പാവപ്പെട്ടവനെ സഹായിച്ചാ കിട്ടുന്ന പ്രതിഫലവാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പാതിരാത്രി അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂട്ടുകാരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു നാളെ രാവിലെ കച്ചവടത്തിന് പോകുകയാ നബിയേ. ഇനി തിരിച്ചു വരൂല നബിയേ, ഇനി തിരിച്ചു വരൂല നബിയേ, ഇനി തിരിച്ചു വരുന്നത് മയ്യത്താ നബിയേ. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് യാത്രയാക്കടേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, റസൂലുള്ളാഹി സുബ്ഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് യാത്ര പറയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട്, യാ റസൂലല്ലാഹ്, ഞാൻ കച്ചവടത്തിന് പോകുകയാ നബിയേ. പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. ലോകത്തിന്റെ നേതാവ് കെട്ടിപ്പിടിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് കെട്ടിപ്പിടിക്കുകയാ. സാധാരണ അങ്ങനെ ചെയ്യാറില്ല, സാധാരണ റസൂലുള്ള അങ്ങനെ കെട്ടിപ്പിടിക്കാറില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അത്ഭുതത്തോടെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നെന്തേ നബിയേ പ്രത്യേകത എന്ത്? അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. കാരണം ഇനി തിരിച്ചു വരില്ലല്ലോ, ഇനി തിരിച്ചു വരുന്നത് മയ്യത്താണല്ലോ, പറഞ്ഞത് ജിബ്രീലാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ യാത്രയാക്കുകയാ. പല സഹാബത്തും ചോദിച്ചു, എന്തേ നബിയേ ഇന്ന് കെട്ടിപ്പിടിച്ച് യാത്രയാകാനുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തിരിച്ചു വരുമ്പോൾ അത് മനസ്സിലാകും സഹാബ. എന്റെ പ്രിയമുള്ളവരെ, ദിവസങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം മസ്ജിദ് നബവിയുടെ മുന്നിലിരിക്കുമ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു